തുല്യത ഷോർട്ട് സ്റ്റോറി. അതിരാവിലെ ജോഗിംഗ് ഡ്രസ്സ് അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ തിരിഞ്ഞും മറിഞ്ഞും ബോഡി നോക്കുന്നവനെ കണ്ടുകൊണ്ടായിരുന്നു അവൾ എണീറ്റത്. ഇക്ക എവിടെ പോകുക രാവിലെ തന്നെ? സംശയത്തോടെ ചോദിച്ചുകൊണ്ടവൾ അടുത്ത് പതുങ്ങിക്കിടക്കുന്ന 1 വയസ്സുള്ള മോൾക്ക് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റു. ഞാനൊന്ന് ജിമ്മിൽ പോയി വരാം. ഇന്നലെ പോയി അഡ്മിഷൻ ശരിയാക്കി. കണ്ടില്ലേ, വയസ്സ് 28 ആയുള്ളൂ. പക്ഷെ ഇപ്പോൾ എൻ്റെ ലുക്ക് കണ്ടാൽ 32 തോന്നും. എല്ലാം ഒന്ന് റെഡിയാക്കണം. അവൻ പറഞ്ഞപ്പോൾ അവളുടെ ശ്രദ്ധ ഒരു നിമിഷം തൻ്റെ ശരീരത്തിലേക്കായി. 20 വയസ്സിലായിരുന്നു കല്യാണം. 22 വയസ്സിൽ പ്രസവവും നടന്നപ്പോൾ ഒതുങ്ങി നിന്നിരുന്ന ശരീരത്തിൽ ആകെ മാറ്റം വന്നു. തൂങ്ങിയ മാറിടങ്ങളിലും ചാടിയ വയറിലും വലിയ തടിയുള്ള ശരീരത്തിലും നോട്ടം ചെന്നെത്തിയപ്പോൾ ഒരു വേള അവൾ അവനെ ദയനീയമായി നോക്കി. എന്തു പറ്റി ആമി? രാവിലെ തന്നെ ഒരു പവർ കട്ടാണല്ലോ മുഖത്ത്. പുഞ്ചിരിയോടെ അവൻ ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് കൊണ്ടവൾ അവനോട് ചേർന്ന് നിന്നു. 28 വയസ്സുള്ള ഇക്ക ശരീരം നന്നാക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുകൂടി പറയാമോ? എനിക്ക് മനസ്സിലായില്ല ആമി. അവൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ അവൻ അവളെ നോക്കി. പിന്നെ അവളെയും ചേർത്ത് പിടിച്ച് ഹാളിലേക്ക് നടന്നു. അപ്പോൾ അവിടെ മുസഫുമായി അമ്മായിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ഉമ്മയെ നോക്കി സലാം പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നടക്കാനാഞ്ഞവളെ അവൻ പെട്ടെന്ന് തന്നെ പിടിച്ചു നിർത്തി. നീ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോ ആമി. അത് കേട്ട് അവൾ ആദ്യം നോക്കിയത് ഉമ്മാൻ്റെ മുഖത്തായിരുന്നു. അവിടെ സംശയമാണ്. അതൊന്നുമില്ല ഇക്ക, ഞാൻ വെറുതെ. അങ്ങനെ പറഞ്ഞ് നീ തടി തപ്പാൻ നോക്കേണ്ട. എന്താ പറയാൻ വന്നത് എന്ന് വെച്ചാൽ പറ വേഗം. സമയം പോകുന്നു പെണ്ണെ. ധൃതി കൂട്ടി അജു ചോദിച്ചപ്പോൾ ആമി പതർച്ചയോടെ അവനെ നോക്കി. പിന്നെ പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി. ഞാനും കൂടെ വന്നോട്ടെ ഇക്കാൻ്റെ കൂടെ വർക്കൗട്ടിന്? അവൾ മെല്ലെ ചോദിച്ചപ്പോൾ അരുതാത്തതെന്തോ കേട്ട പോലെ അജു അവളെ തുറച്ചു നോക്കി. എല്ലാം കേട്ടുനിന്ന ഐഷത്തായാലും അത്ഭുതമായിരുന്നു. പോകെ പോകെ അതൊരു പുഞ്ചിരിയായി മാറി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ആമി? പെണ്ണായി നീ എങ്ങനെ ജിമ്മിലൊക്കെ? മാത്രമല്ല കുട്ടിക്ക് പാല് കൊടുക്കാനുള്ളതല്ലേ? അപ്പോൾ പിന്നെ ഡയറ്റിങ്ങും മറ്റും എങ്ങനെ ചെയ്യും? അമർഷത്തോടെ അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. പെണ്ണായാൽ എന്തായിക്ക? നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ജിമ്മിലും മറ്റും പോകാവൂ എന്നുണ്ടോ? എന്തേ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പോയിക്കൂടാ? നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ആമി ചോദിച്ചപ്പോൾ അജു ഉത്തരമില്ലാതെ നിന്നു. അപ്പോൾ ഇവരുടെ സംസാരം മുഴുവനും കേട്ടുനിന്ന ഐഷത്ത പതിയെ എഴുന്നേറ്റ് അവർക്കരികിൽ ചെന്നു. അജു. എന്താ ഉമ്മച്ചി? അവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? അവരവനെ ഗൗരവത്തിൽ നോക്കി. എൻ്റെ ഉമ്മച്ചി, നിങ്ങളും ഇവൾ പറയുന്ന കേട്ട് തുള്ളുവാണോ? പെണ്ണുങ്ങളൊക്കെ വീട്ടിലെ കാര്യവും കുട്ടിയെ നോക്കലുമായി നിൽക്കുകയല്ലാതെ ജിമ്മിലും പുറത്തുമൊക്കെ ചുറ്റുന്നത് ശരിയാണോ? കേട്ടും കണ്ടും വളർന്ന കാര്യങ്ങൾ വെച്ച് അജു പറഞ്ഞപ്പോൾ ആയിഷ അവനെ ദേഷ്യത്തിൽ നോക്കി. എടാ പൊട്ടാ, ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞു തന്നത്? ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നീ ജിമ്മിൽ പോകാൻ പോണത് നിന്റെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയല്ലേ? കൂട്ടത്തിൽ നിന്റെ ഭാര്യയുടെ അടുത്ത് എപ്പോഴും നന്നായിരിക്കാൻ അല്ലേ? അവർ ചോദിച്ചപ്പോൾ അവൻ പതിയെ തലയാട്ടി. ഇതേസമയം ആമി അത്ഭുതത്തോടെ തൻ്റെ അമ്മായിയമ്മയെ നോക്കുവാണ്. ഇതുപോലുള്ള കാര്യത്തിൽ തനിക്ക് വേണ്ടി അവർ സംസാരിക്കുമെന്നവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അപ്പോൾ നീ ആമിയെ നോക്ക്. നിന്നേക്കാൾ 5-6 വയസ്സിന് ഇളയതാണവൾ. പിന്നെ കുഞ്ഞുണ്ടായി എന്ന് വെച്ച് ശരീരം നോക്കാതെ അവളിങ്ങനെ തടിച്ചു കൊഴുത്തു നിൽക്കുവാണോ വേണ്ടത്? കല്യാണം കഴിഞ്ഞ നാളിൽ കണ്ടതുപോലെയുള്ള പെണ്ണിനെ കാണാൻ നീ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ ഈ തടിയെയും മറ്റും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. ഇതൊക്കെ ഇവൾക്ക് വന്നത് അകത്ത് കിടക്കുന്ന പൊന്നുമോൾ നമുക്കരികിൽ എത്താൻ വേണ്ടിയല്ലേ? അപ്പോൾ എന്തിൻ്റെ പേരിൽ ഇവളെ നമ്മൾ കുറ്റപ്പെടുത്തും? ഗൗരവത്തിൽ ഉമ്മ പറഞ്ഞു നിർത്തിയപ്പോൾ അജുവിൻ്റെ മിഴികൾ കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ആമിയിലായി. ഒരു നിമിഷം അവളെ നോക്കി നിന്ന അവൻ പിന്നെ ഉമ്മാക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അവരും സ്നേഹത്തോടെ അവൻ്റെ പുറത്ത് തലോടി. താങ്ക്സ് ഉമ്മച്ചി, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന്, എൻ്റെ അറിവില്ലായ്മ തുറന്നു കാട്ടിയതിന്. ശേഷം അവൻ ഉമ്മയിൽ നിന്നും വിട്ട് ആമിക്കരികിൽ ചെന്നുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി. ആമി, ഒരു കുഞ്ഞുണ്ടായാലോ പ്രസവിച്ചാലോ നീ തടി കൂടി കാണാൻ ഭംഗിപ്പോയി എന്ന് വെച്ച് എനിക്ക് നിന്നോട് ഒരു തരത്തിൽ ദേഷ്യമോ അതൃപ്തിയോ ഉണ്ടാവില്ല. നീ ഇതൊക്കെ സഹിച്ചത് നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ? പക്ഷേ ഞാനൊരു കാര്യം ഓർത്തില്ല. ഞാൻ എൻ്റെ ശരീരം ശ്രദ്ധിക്കുന്നത് പോലെ നിനക്കും നിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന്. ഐ എം സോറി ആമി. പറയുമ്പോൾ അജുവിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. അതൊന്നും സാരമില്ലേക്കാ.
ഇതൊക്കെ നമ്മൾ ഓരോ പെണ്ണുങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. പുറത്തു പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല എന്ന പേടിയിൽ ഉള്ളിൽ ഒതുക്കുന്നവ. ഇപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ കൂടെ നിന്ന് മനസ്സിലാക്കുന്ന കുടുംബത്തെ കിട്ടി. എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ, പുഞ്ചിരിച്ചുകൊണ്ട് ആമി പറഞ്ഞു. അത് കേട്ട അജു ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ മാറി നിന്ന് പുഞ്ചിരിയോടെ നോക്കുന്ന ഉമ്മയുടെ കയ്യിലും പിടിച്ചു കൊണ്ടവൾ തങ്ങളിലേക്ക് അടുപ്പിച്ചു. ഏറെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ.